ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ഇഡ്ഡലി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ട്. അതിന് വേണ്ടി ഇഡ്ഡലി ഇതാ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടിട്ടാണുള്ളത്, ചെറിയ തോതിൽ. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക്, സവാള, ഇഞ്ചി, കുറച്ച് ഉഴുന്നും എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആക്കാം. അപ്പോൾ ഇതാ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിട്ട് കൊടുത്തു. എല്ലാം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കണം. ഈ സവാളക്കും എല്ലാം വേണ്ടുന്നത്. ഇഡ്ഡലിക്ക് ഉപ്പുണ്ടല്ലോ പൊതുവെ. അപ്പോൾ ഈ ഉള്ളി വേഗം വഴന്ന് കിട്ടും. നമുക്ക് ഇട്ടു. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. ഇല്ലെങ്കിൽ കറിവേപ്പില ഇടേണ്ടതാണ്. ഉപ്പുമാവാക്കുമ്പോൾ നമ്മൾ ഇടുമല്ലോ, അതേപോലെ. പക്ഷേ കറിവേപ്പിലൊക്കെ ഭയങ്കര ക്ഷാമമാണ് ഗൈസ്, അതുകൊണ്ടില്ല. ഇങ്ങനെയാണ് ഞാൻ ഇഡ്ഡലി ഉപ്പുമാവാക്കൽ. വേറെ ഓരോ തരത്തിലാക്കുന്ന ഞാൻ കണ്ട്. ഞാനാക്കുന്ന വിധം ഇങ്ങനെയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടാകുമ്പോൾ ഇതിടക്ക് ചെയ്യരുത്. അടിപൊളിയായിട്ട് ചോന്ന് വരണം. നമ്മൾ ഉപ്പുമാവിനാക്കുന്നത് പോലെ തന്നെ. ഇതിൻ്റെ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഉള്ളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കളറ് മാറാൻ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഒന്ന് എരിവിന്, ഒരു കളർ മാറ്റത്തിന് കുറച്ചേ ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇല്ല. ഇതൊന്ന് കളർഫുള്ളാകാൻ ഉപ്പുമാവ്. മുളക് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ഉപ്പുമാവായിട്ട് മാറും. നല്ല അടിപൊളിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ച് മുറിച്ചിട്ട് വെച്ച ഇഡ്ഡലിനെ ഞാൻ ഇതിലേക്ക് എടുത്തിടുന്നുണ്ട്. നല്ല വൃത്തിയിൽ എല്ലാം കൂടി
ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും എല്ലാം ടേസ്റ്റ് നമ്മളെ ഇഡ്ഡലിക്ക് കിട്ടും. അപ്പോൾ ഇഡ്ഡലി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇപ്പം തന്നെ കണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും എൻ്റെ ഇഡ്ഡലി ഉപ്പുമാവ്. മുളകിൻ്റെ ഒരു കുത്തൽ പോലെയുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഡ്ഡലി ഉപ്പുമാവ് ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്. മസാലയെല്ലാം ചേർക്കേണ്ട കൂട്ടർക്ക് അങ്ങനെയെല്ലാം ചേർക്കാട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ചേർക്കില്ല. ഇങ്ങനെയാണ് മസാലയാക്കിയിട്ട് ചേർത്തിട്ടാക്കാം, തക്കാളി വേണ്ടിയിട്ടാക്കാം, അതെല്ലാം വേണ്ടുന്ന വഴിക്ക് എന്ത് വേണ്ടിയിട്ട് ചെയ്യാം. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നു. ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ചൂടോടെ നമുക്കെടുത്ത് കഴിക്കാം. കഞ്ഞിയാൻ വെക്കാൻ ചൂടോടെ കഴിക്കണം, അന്നേരത്താണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇഡ്ഡലി ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. ഉപ്പുമാവിനൊരു കറിവേപ്പിലേൻ്റെ ഒരു കുറവുണ്ട്. അത് സാരമില്ല, ഇല്ലാഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളുള്ളതിനെ കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ആക്കുന്ന പരിപാടിയല്ലേ. അപ്പം ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഇഡ്ഡലി ഉപ്പുമാവ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ എല്ലാവർക്കും കഴിക്കുന്ന ഇഡ്ഡലി ഉപ്പുമാവ് ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെ ആർക്കെങ്കിലും കഴിക്കാണ്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് നോക്കുക. ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് കഴിക്കാം. ഇങ്ങനെയും ഇഡ്ഡലി ഉപ്പുമാവ് കഴിക്കാം എന്നതാണ് നമ്മൾ പറയുന്നത്. കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റി ഇഡ്ഡലി ഉപ്പുമാവ്. ചുവന്ന മുളകും ഇതെല്ലാം കൂടി അങ്ങനെ എല്ലാം കൂടി അങ്ങനെ സൂപ്പർ ടേസ്റ്റി ഇഡ്ഡലി ഉപ്പുമാവ് ഇതാ ഗൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാ ഇഡ്ഡലി കൊണ്ട് ഞാൻ ഉപ്പുമാവാക്കിയതാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.